ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പലതരത്തിലുള്ള വാക്കുകൾ നാം കേട്ടിട്ടുണ്ട്. ചിലതൊക്കെയും എൻകറേജ് ചെയ്യുന്ന വാക്കുകളാണ്, എന്നാൽ ചിലതൊക്കെയും നമ്മെ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകളാണ്. അതുമാത്രമല്ല, ചിലതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളും ചിലതൊക്കെയും ചില ശാപത്തിനെ വിളിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ ശപിക്കുന്ന വാക്കുകളും നാം കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലരൊക്കെയും ദേഷ്യത്തോടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെയും വളരെ സൗമ്യമായി തന്നെ സംസാരിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലരൊക്കെയും ചില മോട്ടിവേഷൻ നൽകി ചിലരോടൊക്കെ സംസാരിക്കാറുണ്ട്. ചിലരൊക്കെയും നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞ് വളരെയധികം അവരെ ഡെസ്പാക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ചില വാക്കുകളും നമുക്കറിയാം. ചിലർ വളരെ ജ്ഞാനത്തോടും കൂടെ സംസാരിക്കും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, അറിവുള്ള കാര്യങ്ങളെ മറ്റുള്ളവരോട് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ ചില വിടുവായ്ത്തരങ്ങളും ചിലരൊക്കെയും സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള വാക്കുകളാണ് നാം ഒരു ദിവസം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. എന്നാൽ ഓരോ മേഖലയിലുള്ള വ്യക്തികൾക്കും ഓരോ തരത്തിൽ വാക്കുകൾ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുവാൻ അവരോട് സംസാരിക്കുവാൻ അനേകം വാക്കുകൾ ഒരു ദിവസം അവരോട് സംസാരിക്കേണ്ടി വരും. എങ്ങനെയുള്ള വാക്കുകളാണ്? നാം നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ എൻകറേജ് ചെയ്യേണ്ട വാക്കുകൾ, മോട്ടിവേഷൻ ചെയ്യേണ്ട വാക്കുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഒരു ടീച്ചറിനെ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ലോയറിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയുമായി സംബന്ധിച്ച് അനേകം വാക്കുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ കള്ളം പറയുന്നവരുണ്ട്, എന്നാൽ സത്യത്തോടും കൂടെ സംസാരിക്കുന്നവരുണ്ട്. നമുക്കറിയാമല്ലോ, വക്കീലന്മാർ പലതും ഒരു സത്യം തെളിയിക്കുവാൻ ചിലപ്പോൾ പല കള്ളങ്ങൾ പറയേണ്ടി വന്നിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി തനിക്ക് അനേകം വാക്കുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കാറുണ്ട്. എന്നാൽ ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഇവിടെ തിരുവചനം നമ്മൾ കാണുന്നത് പോലെ നമ്മൾ മരിക്കണമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലണമോ എന്നുള്ളതും, അതുപോലെ തന്നെ അവനെ നല്ല രീതിയിൽ ജീവനിലേക്ക് നയിക്കണമോ എന്നുള്ളതും നമ്മുടെ നാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലേ? നമ്മൾ എന്ത് സംസാരിക്കും, നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തിലേക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, പ്രവർത്തിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന റിസൾട്ടും, അതുപോലെ നമ്മൾ നടക്കുകയില്ല എന്ന് പറഞ്ഞ് വളരെ ശോകത്തോടും കൂടെ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നതും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം വ്യത്യാസമുണ്ട്. ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ജീവനും മരണവും എന്തിലിരിക്കുന്നു? നമ്മുടെ നാവിന്മേലിരിക്കുന്നു. നമ്മൾ രക്ഷപ്പെടുമെന്നും അതുപോലെ തന്നെ നമ്മൾ നശിച്ചു പോകുമെന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവം നമ്മുടെ അധരങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ വേണ്ടിയാണ്. നമ്മളെപ്പോഴും മറ്റു മനുഷ്യരെ എൻകറേജ് ചെയ്യുന്ന സംസാരങ്ങൾ, എപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന സംസാരങ്ങൾ, അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ള ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ ഒരു അല്പം അവനെ ഒന്ന് ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകൾ, അതുപോലെ തന്നെ മറ്റു മനുഷ്യർക്ക് അറിവും നൽകിക്കൊടുക്കുന്ന വാക്കുകളൊക്കെയും നമ്മൾ സംസാരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇവിടെ തിരുവചനം പറയുന്നു മരണവും അതുപോലെ തന്നെ ജീവനും ഈ വാക്കിലാണ് ഇരിക്കുന്നത്. ഒരു വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അബദ്ധമാണ് നമ്മൾ അയച്ചതെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ കാണുന്നതിന് മുമ്പേ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന വാക്ക് ഒരിക്കലും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നാവിനെ എന്ത് ചെയ്യണം? നമ്മൾ മരണത്തിന് വേണ്ടിയിട്ടല്ല, ജീവന് വേണ്ടി പ്രവർത്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമ്മുടെ നാവ് എങ്ങനെ ചലിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുവാൻ തക്കവണ്ണം തിരുവചനം പറയുന്ന നാവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ലേഖനഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു നാവിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു നാവിനെ നമുക്ക് അടക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയൊരു കാട് കത്തിച്ച് കളയുമെന്ന് തിരുവചനം പറയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്നു മുതൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഓരോന്നും
ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. മറ്റൊരു മനുഷ്യനെ നാശത്തിലേക്ക് വിടുന്നതായിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ തിന്മയിലേക്ക് വഴി നടത്തുന്നതായിട്ടുള്ള സംസാരമല്ല, മറ്റുള്ളൊരു മനുഷ്യനെ അജ്ഞതയിലേക്ക് പറഞ്ഞയക്കുന്ന സംസാരങ്ങളല്ല, മറ്റൊരു മനുഷ്യനെ അവനെ നിത്യ നരകത്തിന് യോഗ്യനാക്കി മാറ്റുന്ന ഒരു സംസാരമല്ല, മറ്റൊരു മനുഷ്യനെ ശപിക്കുന്ന അല്ലെങ്കിൽ അവനെ ശാപത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സംസാരമല്ല. നമ്മൾ സംസാരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും അവർക്കൊരു പ്രയോജനം ഉണ്ടാകുവാൻ, അവർക്കൊരു വളർച്ച ഉണ്ടാകുവാൻ തക്കവണ്ണം, അവർക്ക് അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ സംസാരങ്ങൾ കാരണമായി തീരട്ടെ. ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യം മാത്രമല്ല, നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രതിസന്ധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവിടെയും നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നമ്മോട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നിനക്ക് അത് ചെയ്യുവാൻ സാധിക്കും, നിനക്കതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവം നിന്നോടൊപ്പമുണ്ട് എന്നുള്ള വാക്കുകൾ, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മോട് തന്നെ സംസാരിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും, നമുക്കൊരു ജീവന് കാരണമായി തീരും. അതിലൂടെ നമ്മൾ നശിക്കുകയല്ല പ്രിയ ദൈവമക്കളെ, അതിലൂടെ നമുക്കൊരു ജീവൻ്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മൾ നശിച്ചു പോകുന്നവരായിട്ടല്ല, നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മളും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.